സർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 20ഓളം ക്ഷേത്രങ്ങളിൽ വലിയ അഴിമതിയും കൊള്ളയും നടന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾ എത്രത്തോളം ശരിയാണ്? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അഴിമതിയും കൊള്ളയും നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? കുറ്റക്കാരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നത് തന്നെ ഒരു വലിയ പോരായ്മയാണ്. പരസ്പരം പഴിചാരുന്ന രാഷ്ട്രീയ പാർട്ടികൾ, കഴിഞ്ഞ സംസ്ഥാന സർക്കാരിനെ പഴിക്കുന്ന നിലവിലെ സംസ്ഥാന സർക്കാർ, അങ്ങനെ നീണ്ടുപോകുന്നതല്ലാതെ ഇതിനൊരു കൃത്യമായ പരിഹാരമുണ്ടോ എന്നതും ഒരു വലിയ ചോദ്യമാണ്. എങ്ങനെ വിലയിരുത്താം? ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യുക എന്നുള്ള സംഭവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 30 ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ട സൗകര്യം ചെയ്തു കൊടുത്തത് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. ആ ആർട്ടിക്കിൾ 30 പ്രകാരം ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം സർക്കാരുകൾ ഭരിക്കുകയും മുസ്ലിമും ക്രിസ്ത്യാനികളുടെയും ആരാധനാലയങ്ങൾ അവർക്ക് തന്നെ സ്വയമായി ഭരിക്കാനുള്ള അവകാശവും കൊടുത്തിരിക്കുകയാണ്. ഇത് തന്നെ വലിയ ഒരു വിവേചനമാണ് അന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം. ആ നിയമത്തിന്റെ പഴുതിൽ കൂടിയാണ് ഇവിടെ കേരളത്തിൽ ഈ മാറി മാറി വരുന്ന ആരാണെങ്കിൽ ആ ഭരിക്കാൻ വരുന്നവർ അത് കൈയിട്ട് വാരി കട്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് കളവ് എന്ന് പറഞ്ഞാൽ കാണാതെ എടുക്കുന്ന പൈസയാണ്. പക്ഷെ കണ്ടുകൊണ്ട്, അതായത് എല്ലാവരും അറിഞ്ഞുകൊണ്ട്, കഴിഞ്ഞ പിണറായി വിജയന്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടതല്ലേ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ആ വയനാട്ടിലെ അല്ലെങ്കിൽ അതിന്റെ മുന്നേ എവിടെ ആദ്യം ഒരു വലിയ പ്രളയം ഉണ്ടായി. ആ പ്രളയ സമയത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂർ ദേവന്റെ പണം 20 കോടി രൂപ ചെക്ക് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ കൊണ്ടിട്ടു. പക്ഷെ ഒരു ഭക്തൻ അത് ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത് ആ പൈസ തിരിച്ചിടാൻ പറഞ്ഞു. പക്ഷെ എന്താണ് സർക്കാർ ചെയ്തത്? ആ പൈസ ഇതുവരെ തിരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുന്നു. അതും 1-2 ലക്ഷം കോടി വില പിടിച്ച വക്കീലുമാരെ വെച്ചുകൊണ്ട് ആ കേസ് വാദിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, ഹിന്ദുവിന്റെ പൈസ, ഹിന്ദുവിന്റെ കാണച്ചരെ എഴുതിയെടുത്തിട്ട് അത് തോന്നിയ മാതിരി ദൂർത്തടിച്ചിട്ട്, ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ വയനാട് ഇപ്പൊ ഉണ്ടായ ആ പ്രളയത്തിൽ അവിടെ 400 വീട് ആകെ നശിച്ചു പോയിട്ടുള്ളൂ. ആ 400 വീട് ഇന്നും ശരിക്കും ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെയുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ സർക്കാർ കുറെ പിരിച്ചു, പ്രതിപക്ഷം പിരിച്ചു, ഇവരാരും തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. ഈ അന്ന് സർക്കാർ പിരിച്ച പൈസ എത്രയായിരുന്നു? 800 ചില്ലാൻ കോടി രൂപ. ആ 800 ഓരോ കോടി രൂപ ആ വീട്ടുകാർക്ക് കൊടുത്താൽ, കാശായിട്ട് കൊടുത്താൽ മതി, അവരെവിടെ പോയി ജീവിച്ചോളും. അതൊന്നും ചെയ്യാതെ ഇവിടെ ക്ഷേത്രങ്ങള്, അത് ഒരു ക്ഷേത്രം എന്നില്ല, ഏത് ക്ഷേത്രമായാലും അവിടെ ചില ക്ഷേത്രങ്ങളിൽ ഭയങ്കര തമാശ കേൾക്കണോ, ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ കാണാം, പുല്ല് പറിക്കാൻ, ഇതിനൊക്കെ. പക്ഷെ പൂജ ചെയ്യാൻ പൂജാരി ഉണ്ടാവില്ല. ഇതാണ് ഇന്നത്തെ പല ക്ഷേത്രങ്ങളുടെ ഈ അവസ്ഥ. അതാണ് ഇവരുടെ ഭരണം. കഴിഞ്ഞ ശബരിമല പ്രസിഡന്റ് പത്മകുമാർ ജയിലിലൊക്കെ പോയില്ലേ, അദ്ദേഹം അവിടുത്തെ കോൺട്രാക്ടുകൾ പലതും കൊടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ മകന്റെ പേരിലുള്ള കമ്പനിക്കാ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോ എന്തൊക്കെ വഴിയിൽ കക്കാൻ പറ്റുമോ അത് നേരിട്ട് കക്കുക. ഇപ്പോ പുതിയ റിപ്പോർട്ട് ഇന്നലെ കണ്ടത് എന്താണ്? ഭണ്ഡാരത്തിൽ വരുന്ന സ്വർണ്ണക്കട്ടകൾ, വെള്ളികൾ, അത്തരത്തിൽ അമൂല്യമായി വരുന്ന സാധനങ്ങൾ ഒന്നും തന്നെ രേഖയിലും ഇല്ല, കാണാനും ഇല്ല. അപ്പൊ ഇതാരാ എടുത്തു കൊണ്ടുപോകുന്നത്? ഇതിനാരാ ചോദ്യം ചെയ്യുക? അപ്പൊ സർക്കാരിന്റെ കീഴിലുള്ളവർ ഭരണം നടത്തുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് എന്നും ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസവും 2 മണിക്ക് അവിടെ ഒരു ലേലം വിളിയുണ്ട്. എല്ലാ ദിവസവും 2 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ലേലം വിളിയുണ്ട്. ആ ലേലം വിളി എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ വരുന്ന പല സാധനങ്ങളും അത് ലേലം വിളിച്ചു കൊടുക്കും. ഈ വിളിയിൽ അവിടെ കാണാമെന്ന് കുറച്ച് പൈസയുള്ള ഒരു ഭക്തൻ അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതൊരു മാഫിയ ഗ്യാങ് ഉണ്ട്, അവർക്ക് മാത്രമേ ആ ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവിടുത്തെ ഒരു ജീപ്പ്, ഒരു ധാർ ജീപ്പ് മഹീന്ദ്രക്കാർ കൊടുത്തത് ലേലം വിളിച്ചത് അറിയാലോ. ആ ലേലം വിളിച്ച അതിനെ അപ്പീൽ പോയി കോർട്ട് ഓർഡർ വന്ന് വീണ്ടും ലേലം വെച്ചപ്പോ അത് എത്രക്കാ പോയത്? അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പ്
സകല ക്ഷേത്രങ്ങളിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് ശക്തമായിട്ട് ഒരു മന്ത്രി വരുന്നില്ല. ആ മന്ത്രി മൗനമായി ഇരിക്കുന്നുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടി വരികയാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഓരോ ക്ഷേത്രത്തിന്റെയും ഭരണസമിതി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ മെമ്പേഴ്സിനെയാണ് വെക്കുക. പിന്നെ അവരാണ് ഈ ഭരണം നടത്തുന്നത്. അവരും അവിടുത്തെ ജീവനക്കാരും ഒക്കെ കൂടി ഇതിവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇത് നിർത്താൻ ഇന്നും പറ്റുന്നില്ല എന്നതാണ് സത്യം. ഈ ക്ഷേത്രങ്ങളിലെ എന്ത് പൊതുമരാമത്ത് വർക്ക് വന്നാലും അതിന് വലിയ തരത്തിലുള്ള വെട്ടിപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് ഈ ഖജനാവിൽ വന്നു വീഴുന്ന വില പിടിച്ച സാധനങ്ങളും പൈസയും അടിച്ചു മാറ്റുന്നത്. ഈ തിരക്ക് സമയത്ത് ശബരിമലയിലെ ഈ നടക്കുന്ന വഴിയിലൊക്കെ ഭണ്ഡാരം ഉണ്ടാവും. അപ്പൊ ഈ ഭണ്ഡാരത്തിന് ഒരു കണക്കുണ്ടായിരിക്കും ദേവസ്വം ബോർഡിന്. അതിന് പുറമെ ഈ മാഫിയകള് അവരുടെ ഭണ്ഡാരം കൊണ്ടുവയ്ക്കത്രേ. ഇതൊക്കെ എപ്പോഴാ അറിയണേ? ഈ ഭക്തര് തിരക്ക് കൂടി പോകുമ്പോ എവിടെ ഭണ്ഡാരം കണ്ടാലും അതിൽ പൈസ ഇടും. അപ്പൊ ഭണ്ഡാരം എന്ന് പറയുമ്പോ ആ ഭണ്ഡാരം അവർ എടുത്തുകൊണ്ട് പോകും. ഇത് ദേവസ്വത്തിന്റെ അറിവ് പോലും ഇല്ലാത്ത അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അവ പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള പലതരം കള്ളത്തരങ്ങള് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതാത് പ്രദേശത്തെ ഭക്തന്മാരുടെ കയ്യിൽ അതാത് അമ്പലങ്ങളെ ഏൽപ്പിക്കുമ്പോഴാണ് ഇത് നിലനിർത്താൻ പറ്റും. ഇതൊക്കെ നിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ അമ്പലത്തിൽ പൂജാരി ഇല്ലാതെ അവിടെ പുല്ല് പറിക്കാനും വെള്ളം കോരാനും പറഞ്ഞിട്ട് ഒരുപാട് ജോലിക്കാരെ വെക്കുന്നു, താൽക്കാലിക ജീവനക്കാരായി. ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ ശീൽബന്ധികളാണ്. എന്നാൽ അവിടെ പ്രധാനമായി വേണ്ടത് 2 or 3 പൂജ ചെയ്യുന്ന നമ്പൂതിരിമാരോ അല്ലെങ്കിൽ ആ പൂജാരിയാണ് അവിടെ വേണ്ടത്. അത് വെക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ആ പൂജാരിയെ ചിലപ്പോ ഇവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് കിട്ടൂല. അത് കാരണമാണ് ഒരു ജോലിയില്ല, വെറുതെ അതേനെതിരെ നടക്കുക. വല്ല ഭക്തരോ വരുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഇന്ന് പുല്ല് പറിക്കരുത് കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പുകള് ഹിന്ദു ക്ഷേത്രങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാർ ഈ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒപ്പം തന്നെ ഈ ആർട്ടിക്കിൾ 30 എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ഇനിയും നശിച്ചു പോകുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യാനിക്കും മുസൽമാനും അവരുടെ ആരാധനാലയങ്ങൾ അവർക്ക് സ്വയമായിട്ട് ഭരണം നടത്താമെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ അവരുടെ വിശ്വാസികളുടെ കയ്യിലേൽപ്പിക്കാതെ പോയിക്കൊണ്ടേയിരിക്കുന്നു? ആ നിയമം ഉടൻ തന്നെ എടുത്തു മാറ്റിയാലാണ് ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ കള്ളത്തരങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കള്ളത്തരങ്ങൾ നിർത്തിയേ പറ്റൂ. ഗുരുവായൂർ ഈ ലേലം വിളിക്കുന്ന ആ ഒരു വിഷയത്തിൽ തന്നെ കോടികളുടെ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതിൽ ആർക്കും ഇടപെടാൻ പറ്റില്ല. ആ ലേലം വിളിക്കുന്നവരുടെ പേര് പോയി കാണണം. അപ്പോഴാണ് നമ്മൾ അന്തം വിട്ട് മുന്നോട്ട് പോവുക. ഈ കാറ് പൂജിക്കുന്ന പൂജ ഉണ്ട് ഗുരുവായൂർ. പുതിയ കാറ് വാങ്ങിയ ആ പൂജ ചെയ്യാനുള്ള നാരങ്ങയും ഈ നാളികേരും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സഞ്ചി ഒരു കട വിൽക്കുന്നുണ്ട്. ഈ സാധനം ആരാ വിൽക്കണമെന്ന് അറിയോ? അവിടെ നമ്മൾ പോയി ടോക്കൺ എടുത്ത ആ പൂജാരി പറയും ആ കടയിൽ പോയിട്ട് അത് വാങ്ങിക്കോ പറയും. 300 രൂപ കൊടുത്താൽ ഈ 4 നാരങ്ങയൊക്കെ കൂടിയിട്ട് ഒരു ഇത് വരും. ഇത് വിൽക്കുന്നത് ഒരു മുസൽമാനാ, ആലോചിക്കണം. അപ്പോ ഇത്തരക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഹിന്ദു ഇനിയും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ വലിയൊരു വിപത്ത് നമ്മുടെ നാട്ടിൽ അടുത്തു തന്നെ ഒത്തുകൂടുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഹിന്ദു ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇത്തരം കൊള്ളകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 20ഓളം ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ അഴിമതിയും കൊള്ളയും നടന്നിട്ടുള്ളത് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും പുറത്തു വന്നിട്ടുണ്ട്. നിലവിലെ സർക്കാർ കഴിഞ്ഞകാല സർക്കാരിനെയാണ് പഴിചാരുന്നത്. പക്ഷെ അപ്പോഴും യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം കൊള്ളകൾക്കെതിരെ ആരാണ് ചരട് വലിക്കുന്നത് എന്ന് പോലും പലരും പറയാൻ ഭയപ്പെടുന്നു. ജയശങ്കർ സാർ സൂചിപ്പിച്ചതുപോലെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള അനീതികൾ നടക്കുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.